കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുമായി ആലോചിച്ചുറപ്പിച്ച് നാം വലിയൊരു പണപ്പുറപ്പാടിനുള്ള ഒരുക്കമായിരുന്നു. നമുക്കറിയാം, ഇപ്രകാരം ഒരു ബില്ല് ഒരിടത്തും ചർച്ച ചെയ്യാതെയാണ്, ഇതിനെ ബാധിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളോട് ചർച്ച ചെയ്യാതെയാണ് ജസ്റ്റിസ് കെ.ടി. തോമസിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് നമുക്ക് ഏവർക്കും അറിയാം. ശബരിമലയിലുണ്ടായ നിലപാടിൽ മുറിവേറ്റ ഹൈന്ദവരെ ആശ്വസിപ്പിക്കാനാണ് ഈ ബില്ലെന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു നമ്മുടെ സഭയെ കളങ്കപ്പെടുത്തുവാൻ, സഭയിൽ സുതാര്യമെല്ലാ കാര്യങ്ങളും പോകുന്നതെന്ന് വരുത്തി തീർക്കുവാനാണ് ഈ ബിൽ തയ്യാറാക്കിയെന്ന് ചിലർ പറയുന്നു. നമ്മുടെ സമുദായത്തിനിടയ്ക്ക് ചേരിതിരിവുണ്ടാക്കുവാനും വിഭാഗീയത ഉണ്ടാക്കുവാനാണെന്ന് ചിലർ പറയുന്നു. സുദൃഢമായി പോകുന്ന സഭാ സംവിധാനങ്ങളെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ശിഥിലമാക്കിക്കൊണ്ട് സമുദായത്തിന്റെ ഉയർച്ചയെ തടയുവാനാണെന്ന് ചിലർ പറയുന്നു. നമ്മുടെ വിശ്വാസങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള കടന്നുകയറ്റമാകാനാണെന്ന് ചിലർ പറയുന്നു. രാഷ്ട്രീയ അജണ്ടയാണെന്ന് ചിലർ പറയുന്നു. അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളാണ് ഈ ബില്ലുണ്ടായപ്പോൾ നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരുന്നത്. എന്തായാലും കത്തോലിക്ക കോൺഗ്രസിന്റെ ഭരണഘടനയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭയുടെയും സമുദായത്തിന്റെയും കവചമായി നിലകൊള്ളണമെന്നുള്ളത്. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹികൾ സഭയുടെ തലവനായ ആനന്ദഗിരി പിതാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അടിയന്തര സമ്മേളനം മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അവിടെ ബിഷപ്പ് സിജിനാണി പിതാവ് പറഞ്ഞു, ആലോചനകളും ചർച്ചകളൊക്കെ പല തലത്തായി പല സഭാവിഭാഗങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം കളയാനില്ല. ശക്തമായ നിലപാടുമായി കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്നുള്ള ബിഷപ്പിന്റെ കേട്ട് നമ്മുടെ അഭിനന്ദ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അറിയിച്ച അന്ന് മുതൽ കത്തോലിക്ക കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും എല്ലാ ഘടകങ്ങളും അതിശക്തമായ ചരിത്രപരമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. നമുക്ക് ഭരണഘടനാപരമായി ഉറപ്പ് നൽകുന്ന ഈ അവകാശം, നമ്മുടെ പൂർവികരായി അധ്വാനിച്ച് ഉണ്ടാക്കി തന്ന ഈ സ്ഥാപനങ്ങളെയും ഈ അവകാശങ്ങളെയും അടിയറവയ്ക്കാൻ അനുവദിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. അതിന് ഞാൻ മുമ്പ് വിവരിച്ച ഒരു അജണ്ടയും ഈ ബില്ലിലൂടെ നമ്മുടെ സഭയിൽ, നമ്മുടെ സമുദായത്തിൽ ക്രൈസ്തവരിൽ പൂച്ചുവരങ്ങിടുവാനായി അനുവദിക്കില്ല എന്നുള്ള ധീരമായ നിലപാടുകളോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതിന് കത്തോലിക്ക കോൺഗ്രസ് മാതൃവേദിയുടെയും KCYM-ന്റെയും SMYM-ന്റെയും വിൻസെന്റ് പോളുകളുടെ എല്ലാ സംഘടനകളുടെയും എല്ലാ സംഘടനാ ഭാരവാഹികളോട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചു. ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്ന് രണ്ട് വാക്ക് പറയണം. ഈ ബില്ലിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നു, അതിന്റെ വ്യാഖ്യാനം ഇതാണ്: സഭയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുവാനാണ് ഈ ബില്ല്. സഭയിൽ കെട്ടുകാര്യസ്ഥതയുണ്ട് എന്നുള്ള പരാതികൾ ഉണ്ടാകുന്നു, അതിനെ നിയന്ത്രിക്കുവാനാണ് ഈ ബില്ല് എന്നാണ് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തെ എല്ലാ വിഭാഗക്കാരോടും നമുക്ക് ചർച്ചയ്ക്ക് തയ്യാറാണ്. ക്രൈസ്തവ സമൂഹത്തെ പോലെ, സഭാ സംവിധാനത്തെ പോലെ സുതാര്യവും ദൃഢവും നിശ്ചയദാർഢ്യത്തോടും കൂടി മുമ്പോട്ട് പോകുന്ന സംവിധാനം വേറെ ഏതാവുന്നത്. നമ്മുടെ ഓരോ അതിനകത്ത് പറയുന്ന അടുത്ത സെന്റൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ സെന്റൻസാണ്. സഭയ്ക്ക് ധാരാളം സ്വത്തുക്കൾ ഉണ്ടെന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതാണ് ഈ സഭയ്ക്ക് യാതൊരു സ്വത്തുമില്ലാതെ അവശത പിടിച്ചിരിക്കുവാണെങ്കിൽ ബില്ലിനെ പറ്റി ആരും ചിന്തിക്കില്ലായിരുന്നു. അഭിമാനകരമായ സഭയുടെ സ്ഥാപനങ്ങളെയും സ്വത്തുക്കളെയും കണ്ട് അസൂയപ്പെടുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഈ ഓരോ അഭിമാനകരമായ സ്ഥാപനങ്ങളിരിക്കുന്ന പട്ടണത്തിന്റെ പുറകിൽ ചരിത്രമുണ്ട്. ഒരു ഓലമേഘ ഷെഡിലെ ഒരു പള്ളിയുടെ ചരിത്രമുണ്ട്. അതിന്റെ ചായ്പിൽ താമസിച്ച വികാരിച്ചിന്റെ ചരിത്രമുണ്ട്. അതിന്റെ അങ്ങേ ചായ്പിൽ കൂടിയിരുന്ന് ആലോചിച്ച പാരിഷ് കൗൺസിലായ നമ്മുടെ പൂർവികരുടെ ചരിത്രമുണ്ട്. അവിടുന്ന് അത്യധ്വാനം ചെയ്ത് കെട്ടിപ്പടുത്തിക്കൊണ്ട് വന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ അഭിമാനമാണിത്. പള്ളിയിരുന്നേടം പട്ടണമായി, പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടമുണ്ടായി, ആശുപത്രികളുണ്ടായി, വികാരിയന്മാരുടെ നേതൃത്വത്തിൽ റോഡുകൾ വെട്ടി, പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നു, ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നു. അത് പട്ടണമായപ്പോൾ എല്ലാവരും വ്യാപാരികളെല്ലാം അവിടെ ചേർന്നാണ് ഓരോ പട്ടണത്തിന്റെയും ചരിത്രം. ഇതിനെ വിമർശിക്കുന്ന സഭാവിധർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അസൂയപ്പെടുകയല്ല വേണ്ടത്. ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ച, നവോത്ഥാനത്തിന് മുഖ്യ പങ്ക് വഹിച്ച സഭയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഞങ്ങളിത് എടുത്തു പറഞ്ഞ് വിളമ്പിപ്പെട്ട് പറയുന്ന ശൈലിയില്ലാത്തത് കൊണ്ട് സഭയുടെ ഓരോ പ്രവർത്തനത്തിന്റെയും കാര്യം നമ്മളിങ്ങനെ നടപടി വിളമ്പാൻ
പാടില്ല, അവരുടെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്ന് വിചാരിച്ചു. ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ ക്രൈസ്തവ സഭ ചെയ്ത സേവനം ഒന്ന് പ്രസിദ്ധീകരിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഈ രാജ്യത്തെ സ്കൂളുകളിൽ എല്ലാ മതസ്ഥരെയും ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിച്ചു വളർത്തിയത് ആരാണ്? നമ്മൾ ഈ രാജ്യത്തെ കുഷ്ഠരോഗികളെയും എയ്ഡ്സ് രോഗികളെയും അനാഥരെയും വൃദ്ധരെയും അംഗവൈകല്യം പരിപാലിച്ച ജാതിയോ മതമോ സ്വത്തോ പണമോ നോക്കിയിട്ടാണ്. പക്ഷേ ഇന്ന് കച്ചവടക്കാരാണെന്നും കളങ്കിതരാണെന്നും വരുത്തി തീർക്കുവാനായി ആരെയും നോക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നേരിടേണ്ട സഭാപിതാക്കന്മാരും വൈദികരും സിസ്റ്റർമാരും അല്ല, ഇതിന്റെ ഫലം അനുഭവിക്കുന്ന സമുദായമാണെന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. സഭാപിതാക്കന്മാർ ഇതിന് ഒളിപിടിക്കാൻ വരേണ്ട കാര്യമില്ല. നമ്മുടെ പൂർവികരായ പിതാക്കന്മാരും ഗാർഗവന്മാരും ഉണ്ടാക്കി തന്നത് കാത്തു സൂക്ഷിക്കാനുള്ള ആർജവും തന്റെ ഇടവും സമുദായത്തിലുണ്ട്. ഒരു ശക്തിക്കും കീഴ്പ്പെടാത്ത രീതിയിൽ അത് നമ്മുടെ കുടിയേറ്റ മേഖലയിൽ കാട്ടാനയോടും മലമ്പാമ്പിനോടും പൊരുതിയ പൂർവികരുടെ അതേ രക്തമാണെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽ നിന്നുകൂടി ഈ വേളയിൽ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയി. മാർച്ച് മാസം 3-ാം തീയതി നമ്മൾ കരിദിനമായി കേരളം ഒട്ടും ആചരിച്ചു. നമ്മളെ കരിദിനത്തിൽ മുഖ്യമായി ഉയർത്തിയ ചിന്തയാണ് ഇന്ത്യയിൽ ഒരു രാജ്യത്തുമില്ലാത്ത നിയമവും കോടതിയും കേരള ക്രൈസ്തവർക്ക് മാരെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ എന്താ അത്ര രാജ്യദ്രോഹികളാണ്, നമ്മൾ എന്താ ഭീകരരാണ്, എന്താണ് ഇവിടുത്തെ ഭരണകൂടം വിചാരിക്കുന്നതെന്ന് നമ്മൾ കരിദിനത്തിൽ ചോദിച്ചു. സഭയുടെ തലവന്മാരായ പിതാക്കന്മാർ അഭിനന്ദ ഡീമിസ് പിതാവും സുധീർപ്പിക്ക പിതാവും നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ബിഷപ്പിന്റെ റെമിജോസിന്റെ പിതാവും കത്തോലിക്ക കോൺഗ്രസിന്റെ മലങ്കര അസോസിയേഷന്റെ ഡയറക്ടറും വികാരിയനുമായ നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ട് അച്ഛനും കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ജിയോ കടവി അച്ഛനും ഭാരവാഹികളും ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. കാര്യങ്ങളുടെ ഗൗരവം മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. മുഖ്യമന്ത്രി പറഞ്ഞു, ക്രൈസ്തവ സഭയെ ബാധിക്കുന്ന ബില്ല് മുന്നോട്ട് പോകില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് റെമിജോസ് പിതാവ് പറഞ്ഞു, അങ്ങ് തൃശ്ശൂർ ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്തേലും ഒരു രേഖ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് കൊടുത്താലേ ഞങ്ങളുടെ ജനങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന് പറയും. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ആഫീസിൽ നിന്ന് പത്രക്കുറിപ്പിറക്കി, ഇത് സർക്കാർ മുന്നോട്ട് പോവുകയില്ല. അതുപോലെ തന്നെ കമ്മീഷനോട് സിറ്റിംഗ് വേണ്ട എന്ന് പറഞ്ഞു. സൈറ്റിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യവും പരിഗണിക്കാമെന്ന് പറയും. പിൻവലിച്ചു എന്നും കേട്ടു, കൃത്യമായി ഉറപ്പായിട്ടില്ല. പക്ഷെ ഞങ്ങൾ അവിടെ വേറൊരു വിഷയം അവതരിപ്പിച്ചു. ജസ്റ്റിസ് കെ.ടി. തോമസിന്റെ നിലപാടിൽ ഞങ്ങൾക്ക് അതിശക്തമായ എതിർപ്പുണ്ട്. എന്താണ് ഇദ്ദേഹത്തിന് ക്രൈസ്തവ സഭയോടുള്ള വിരോധം എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഉന്നയിച്ചു. പല പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു വിഭാഗത്തെ ബാധിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കാൻ ആരംഭിക്കുമ്പോൾ, ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായി ചർച്ച ചെയ്യേണ്ടത് അതിനെ ബാധിക്കുന്ന വിഭാഗത്തെയാണ് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലേ ജസ്റ്റിസ് കെ.ടി. തോമസിന് ഞങ്ങൾ ചോദിച്ചു. ഈ ക്രൈസ്തവ സഭയിൽ വിമതരുണ്ടാകാം, ക്രൈസ്തവ സഭയെ എതിർക്കുന്നുണ്ടവരാകാം. അവരുടെ പരാതിയിൽ ഈ സംവിധാനത്തെ മുഴുവൻ കൂച്ചിക്കെട്ടാമെന്നാണോ ജസ്റ്റിസ് വിചാരിച്ചതെന്ന് ഞങ്ങൾ ചോദിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അതൊരു സ്വതന്ത്ര സംവിധാനമാണ്, പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അഭിനന്ദ ഡീമിസ് പിതാവ് ഉൾപ്പെടെ പറഞ്ഞു, ജസ്റ്റിസ് കെ.ടി. തോമസിന്റെ നിലപാടുകളുടെ എതിർപ്പ് ഞങ്ങൾക്ക് രൂക്ഷമാണ്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളിൽ നിന്ന് പരാതി 6-7 തീയതികളിൽ കേൾക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇടവകളിലെല്ലാം പരാതികളെല്ലാം തയ്യാറാക്കി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങളിൽ നിന്ന് കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എവിടെയും പരാതി കൊടുക്കുമെന്ന് ചോദിച്ചു. അതിനുശേഷം 7-8 തീയതി സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 7-ാം തീയതി പ്രക്ഷോഭത്തിന് വേണ്ടി നമ്മൾ ഈ സമ്മേളനം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കമ്മീഷൻ 7-8 സിറ്റിംഗ് ഇല്ല എന്ന് അറിയിക്കുന്നു. എന്താ ഒരു ജസ്റ്റിസിന്റെ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ ഇത്ര വ്യക്തതയില്ലാതെ മുന്നോട്ട് പോകുന്നത്? അദ്ദേഹം പറഞ്ഞ സർക്കാരിന് അതിനും വളരെ വിചിത്രമായ ഒരു തരം താഴൽ ഉണ്ടായിട്ടുണ്ട്. വിചിത്രമായ ഒരു തരം താഴൽ. സുപ്രീം കോടതി ജസ്റ്റിസായ കെ.ടി. തോമസ് പത്രപ്രസ്താവന ഇറക്കിയിരിക്കുക, ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമോ താല്പര്യപ്രകാരമോ അല്ല എന്ന്. അദ്ദേഹം ആരോടാ പറയുന്നത്? ആര് പറഞ്ഞിട്ടാണ് പറയുന്നത്? അദ്ദേഹം മൈക്ക് കെട്ടി കവലപ്രസംഗം നടത്താൻ പോകുന്നത് തലത്താണ് പോലും എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുക. അദ്ദേഹം ഈ ബില്ല് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ ബില്ലിനെ അനുകൂലിക്കുന്ന പരാതികളാണ് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്ന് പത്രത്തിൽ കൊടുത്തിരിക്കുക.
നമുക്കറിയാം 5 6 സാമൂഹ്യ വിരുദ്ധർ അല്ലെങ്കിൽ ക്രൈസ്തവർ പുച്ഛിച്ചു തള്ളുന്നവരല്ലാണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ആരാണ് ക്രൈസ്തവ സഭയ്ക്കെതിരെ സംസാരിക്കുന്നത്? അദ്ദേഹം കൊടുത്തിരിക്കുന്ന കണക്ക് പറയുവാണ്, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പരാതിയിൽ കൂടുതലും ബില്ല് വേണമെന്നാണ്. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി പറഞ്ഞു, അദ്ദേഹം വിളിച്ചപ്പോൾ പറയുകയാണ്, ധാരാളം കാർഡുകൾ നമ്മുടെ KCVM കുട്ടികൾ അയച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ വാരി കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് എന്നെ ഭാരവാഹി വിളിച്ചു പറഞ്ഞു. എന്ത് ധാർഷ്ട്യമാണ്! നമ്മൾ എന്ത് തെറ്റാ ചെയ്തു? ഇപ്പൊ ജസ്റ്റിസ് KP തോമസിനെതിരെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് പിതാക്കന്മാരും ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ ഇറങ്ങിപ്പോകുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പകയോ വിരോധവുമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതെയോ ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. കാരണം ഇതിനു മുമ്പും ചർച്ച് ബില്ലും ചർച്ചാക്കും ചർച്ച ടെസ്റ്റുമായിട്ടൊക്കെ ചില സർക്കാരുകൾ ഭരിച്ചപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നിയമപരിഷ്കരണ കമ്മീഷൻ മാത്രമാണോ കാലാകാലങ്ങളിൽ ചില സർക്കാർ വരുമ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ പുറകിൽ അതെയോ അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പൊ വ്യക്തമായിട്ടില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചു കഴിയുമ്പോൾ അടുത്ത സമ്മേളനത്തിൽ നമ്മൾ വിളിച്ചു പറയാൻ തയ്യാറാണ്. അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിന് സ്വീകാര്യമല്ലാത്ത ജസ്റ്റിസ് KP തോമസിനെ നിയമപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നീക്കണമെന്ന് നമ്മുടെ ആവശ്യപ്പെടുക. ഇനി ഈ ബില്ലുമായി അദ്ദേഹം ഒരു സിറ്റിംഗോ എന്തെങ്കിലും പ്രവർത്തനവുമായി പോയാൽ അദ്ദേഹത്തെ കേരളത്തിൽ എവിടെയാണെങ്കിലും തടയുമെന്ന് കൂടി കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുക. ചിലത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് പറഞ്ഞു. പ്രായമായി നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ രാജ്യത്തിന്റെ നിയമം രൂപീകരിക്കാനാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ലജ്ജ തോന്നുവാണെന്ന് കൂടി നമ്മൾ സമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഈ സമരം ഏറ്റെടുത്തതിന് ശേഷം വലിയ നിർണായകമായ മുന്നേറ്റമാണ് അൽമായരുടെ മുമ്പിൽ നിന്നുണ്ടായത്. സോഷ്യൽ മീഡിയയിൽ കുറെ പേരൊക്കെ സഭയ്ക്കെതിരെ വേണമെന്ന് പറയുന്നു. കടത്തുണ്ടയിൽ നിന്ന് ഞങ്ങൾ അച്ഛന്മാരെയും മെത്രാന്മാരെയും ഞങ്ങൾ കുറ്റം പറയുന്നു. ഞങ്ങൾ ഇതെല്ലാം ചെയ്യും. ഞങ്ങൾ സോഷ്യൽ മീഡിയയെ വിമർശിക്കും. ഞങ്ങളുടെ പിതാക്കന്മാരെയും അച്ഛന്മാരെയും ഞങ്ങൾ വിമർശിക്കും. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾ ചെയ്യും. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും അതാരാണെങ്കിലും ഞങ്ങളുടെ അഭിമന്യരായ പിതാക്കന്മാരെയോ സഭയോ വൈദികരെയോ ഒറ്റപ്പെടുത്തുവാനോ കുറ്റപ്പെടുത്താനോ നോക്കിയാൽ അത് ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ വികാരമാണ്. ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കൂടി ഇവിടെ പറയട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് നിയമം ഉണ്ടാക്കി ക്രിസ്ത്യാനികളെ കൂട്ടിക്കെട്ടാനും ആരും ശ്രമിക്കരുതെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രകാരം സോഷ്യൽ മീഡിയയിലും സഭയ്ക്കെതിരെ ഇറങ്ങി നടക്കുന്ന എന്റെ വിമതരായ ക്രൈസ്തവരോട് പറയുക, നിങ്ങൾക്ക് ലജ്ജയില്ലേ? മലർന്നു കിടന്ന് തുപ്പുവാനായി ജന്മം നൽകിയ അപ്പനെ തള്ളി പറയുവാനായി നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് കൂടി ഞാൻ ചോദിക്കുക. ഇവിടെ ഈ സമരത്തിന്റെ വഴിത്തിരിവാർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സഭാപിതാക്കന്മാർ ചേർന്ന് നടത്തിയ സമ്മേളനം അഭിനന്ദ പെരുന്തോട്ട പിതാവിനെ പ്രത്യേകം അഭിനന്ദിക്കുകയായിരുന്നു. കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു നീക്കമായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നടന്ന പിതാക്കന്മാരുടെ സമ്മേളനം. അപ്പോഴേ സർക്കാർ തീരുമാനിച്ചു ഇതെവിടെയെങ്കിലും കൊണ്ട് അവസാനിപ്പിക്കണം. ഈ വിധി പ്രതിഷേധ സമ്മേളനത്തിന്റെ സമരത്തിന്റെ പ്രഖ്യാപനമായാൽ കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ അഭിനന്ദ പിതാക്കന്മാരും സഭാ നേതൃത്വവുമായി ചർച്ച ചെയ്തതും വിഷയങ്ങളിൽ നമ്മുടെ നിലപാടുകളെല്ലാം തന്നെ മുഖ്യമന്ത്രി അംഗീകരിക്കുകയും ചെയ്തു. ഒരേ ഒരു കാര്യം മാറ്റി നിർത്തിയിരിക്കുക. ഈ രാജ്യത്തെ നിയമം നിർമ്മിക്കുന്ന കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് KP തോമസിനെതിരെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പറയുകയാണ്, ജസ്റ്റിസ് KP തോമസിനെ വെച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണമായി മുന്നോട്ട് പോകുകയാൽ ഞങ്ങൾ പ്രതിഷേധത്തിന്റെ അഗ്നികേരളം മുഴുവൻ പുറത്തുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ജയ് കത്തോലിക്ക കോൺഗ്രസ്, ജയ് ക്രൈസ്തവ സഭ, ജയ് ഭാരത്.